നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 22 ദിവസമായി ആശാവർക്കർമാർ നടത്തുന്ന സമരവും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും ചർച്ചയാക്കാനാണ് പ്രതിപക്ഷ നീക്കം. ആശാവർക്കർമാർ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. അതേസമയം ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട 2 സുപ്രധാനമായ ബില്ലുകൾ ഇന്ന് നിയമസഭയിൽ വരും. സ്വകാര്യ സർവകലാശാല ബില്ലും സർവകലാശാല ഭേദഗതി ബില്ലുമാണ് സഭയിൽ അവതരിപ്പിക്കുക. വി വിനോദാണ് ചേരുന്നത്. വിനോദ്, നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് അവതരിപ്പിക്കാൻ നിരവധിയായ വിഷയങ്ങളുണ്ട്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ, വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം, ഷഹബാസിന്റെ കൊലപാതകമടക്കം, ഒപ്പം പരിഹരിക്കപ്പെടാത്ത ആശാവർക്കർമാരുടെ പ്രതിഷേധം. അഭിലാഷ്, സഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ ചർച്ച ചെയ്യാൻ വിഷയങ്ങളേറെയാണ്. ഇന്ന് അടിയന്തര പ്രമേയമായി ഒരുപക്ഷെ എത്തുന്നത് ഈ സംസ്ഥാനത്തെ ലഹരി ഉപയോഗം അല്ലെങ്കിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം, ഇതിലേതെങ്കിലും ഒന്ന് ഇന്ന് അടിയന്തര പ്രമേയമായി വരുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെയാണ് പാലക്കാട് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയം, അത് സബ്മിഷനായി വരുന്നുണ്ട്. ആശമാരുടെ സമരത്തിൽ ഈ കേന്ദ്ര നിലപാടുകൾ അത് ഭരണപക്ഷം തന്നെ ഉന്നയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട 2 ബില്ലുകളാണ്. അത് ഒന്ന് ഈ സർവകലാശാല ഭേദഗതി ബില്ലും അതോടൊപ്പം തന്നെയാണ് സ്വകാര്യ സർവകലാശാല ബില്ലും. സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിൽ മുന്നണിയിൽ തന്നെ ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിന്റെ മെറിറ്റും ഫീസും സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ CPI ചില നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല, ബില്ല് അവതരിപ്പിക്കുന്നതിന് ഗവർണറുടെ മുൻകൂർ അനുമതി തേടേണ്ടതുണ്ട്. അത് ലഭിച്ചിട്ടില്ല എന്ന് കരുതുന്നു. എന്നാൽ സ്പീക്കറുടെ റൂളിംഗോടെ ആ ബില്ല് അവതരിപ്പിക്കുന്നതിന് തടസ്സമില്ല. എന്നാൽ ഈ ബില്ല് ഗവർണർക്ക് മുന്നിൽ എത്തുമ്പോൾ അദ്ദേഹം അത് നിയമമാകണമെങ്കിൽ അദ്ദേഹം ഒപ്പുവെക്കണം. അക്കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്യുമോ എന്നതിൽ വ്യക്തതയില്ല. ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങൾ, ഈ ഭേദഗതി ബില്ല് ആണെങ്കിൽ പ്രോ വൈസ് ചാൻസലർ ആയ മന്ത്രിക്ക് വലിയ പ്രാധാന്യം, അല്ലെങ്കിൽ മന്ത്രിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും കൂടുതൽ പ്രാധാന്യം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഒരു തീരുമാനമാണ്. അത് നേരത്തെ തന്നെ വലിയ എതിർപ്പുള്ളതാണ്. സംസ്ഥാനത്തെ VC-മാരുടെ കാര്യത്തിൽ നിയമനവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്നതാണ്. ചാൻസലറായ ഗവർണറെ മറികടക്കാൻ മന്ത്രിക്കോ അല്ലെങ്കിൽ ഈ തരത്തിൽ നിയമിക്കപ്പെടുന്ന ആളുകൾക്കോ കഴിയുമെന്ന വിലയിരുത്തലുണ്ടായി. അതുതന്നെയാണ് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരുമായുള്ള കൊമ്പ് കോർക്കലിന് വഴിവെച്ചതും. ഏതായിരുന്നാലും അത്തരം കാര്യങ്ങൾ ഇന്ന് വീണ്ടും സജീവമായി സഭയിൽ വരുന്നുണ്ട്. അഭിലാഷ്, സഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ആണ് ഉയരാൻ പോകുന്നത്. മറ്റൊരു വിഷയം കൂടിയുള്ളത് ഈ ആശാവർക്കർമാരുടെ പ്രതിഷേധമാണല്ലോ. അതിപ്പോൾ 22 ദിവസം പിന്നിടുന്ന 22ാം ദിവസത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ആശാവർക്കർമാരുടെ സമരത്തെ പാർട്ടി തള്ളിക്കളയുന്ന സാഹചര്യം, CPM-ന്റെ നേതാക്കൾ വിമർശനമുന്നയിക്കുന്ന സാഹചര്യം, CITU സമരത്തെ തള്ളിക്കളയുന്ന സാഹചര്യം. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ വലിയ പിന്തുണയുമായി സമരത്തിന് എത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. സഭയിലടക്കം ഈ വിഷയം ഉന്നയിക്കപ്പെടുന്നു. ഒപ്പം പുറത്ത് ഏത് നിലയിലായിരിക്കും ഇന്നിപ്പോൾ ആശാവർക്കർമാർ പ്രതിഷേധം സെക്രട്ടേറിയറ്റിലേക്കടക്കം നിയമസഭയിലേക്കടക്കം നടത്തുന്ന സാഹചര്യമുണ്ടല്ലോ. അഭിലാഷ്, 22ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് സമരം. കഴിഞ്ഞ ദിവസം തന്നെ ഈ സമരപ്പന്തൽ അല്ലെങ്കിൽ അവിടെ ഈ സമരക്കാർ മഴ പെയ്തപ്പോൾ ടാർപോളിൻ വലിച്ചു കെട്ടിയിരുന്നു. ഇത് പോലീസ് അഴിച്ചുമാറ്റിയത് തന്നെ കഴിഞ്ഞ ദിവസം വലിയ വിവാദമായിരുന്നു. എന്നാൽ ഉച്ചയോടുകൂടി സമരക്കാർ തന്നെ ആ ടാർപോളിൻ അഴിച്ചു മാറ്റുകയും പിന്നീട് മഴ പെയ്തപ്പോൾ അവർ ആ ടാർപോളിൻ വലിച്ചു കെട്ടുകയും ഒക്കെയും ചെയ്തു. ഇത് ഹൈക്കോടതി ഉത്തരവുള്ളതിനാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ പന്തൽ കെട്ടാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. പക്ഷേ ഈ പുലർച്ചെ 2 മണിയോടുകൂടി ടാർപോളിൻ അഴിച്ചു മാറ്റിയതിൽ വലിയ വിമർശനം ഉയർന്നു. ഏതായിരുന്നാലും സർക്കാർ ഈ സമരവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന ഒരു നിലപാടുണ്ട്. സർക്കാർ അക്കാര്യത്തിൽ പറയുന്നത് കേന്ദ്രത്തിന്റെ നയങ്ങളാണ്. കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. 7,000 രൂപയാണ് ഓണറേറിയമായി സംസ്ഥാനം നൽകുന്നത്. 3,000 രൂപ കേന്ദ്രവിഹിതമായി ലഭിക്കണം. പിന്നീടുള്ള ഇൻസെന്റീവുകൾ, ഇതെല്ലാം തന്നെ കേന്ദ്രത്തിനെതിരെയുള്ള ഒരു സമരമാക്കി മാറ്റാൻ ഇവരെ ജീവനക്കാരായെങ്കിലും അംഗീകരിക്കാനുള്ള തീരുമാനം കേന്ദ്രത്തെ കൊണ്ടെടുപ്പിക്കാൻ ഡൽഹിയിലാണ് സമരം ചെയ്യേണ്ടതെന്ന ഒരു നിലപാടിലാണ് സർക്കാർ ഉള്ളത്. ആവശ്യമെങ്കിൽ ഈ ഡൽഹി സമരത്തിന് താൻ കൂടി വരാമെന്ന് ആരോഗ്യമന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി അടക്കമുള്ളവർ, പ്രതിപക്ഷ നേതാവൊക്കെ നേരത്തെ വന്നുപോയിരുന്നു, സുരേഷ് ഗോപി അടക്കമുള്ളവർ ഈ സമരപ്പന്തൽ സന്ദർശിക്കുകയും അവർക്ക് പിന്തുണ അർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ
ഇപ്പോൾ നടക്കുന്ന ആരോഗ്യ പ്രവർത്തനങ്ങൾ തകരാറിലാകാതിരിക്കാൻ സർക്കാർ ബദൽ നീക്കം നടത്തുന്നുണ്ട്. കൂടുതൽ ആളുകളെ പരിശീലിപ്പിച്ച് ഈ ആശമാർ ചെയ്യുന്ന ജോലി അവരെ ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഏതാണ്ട് 26,000 പേരുള്ളതിൽ 1,500ഓളം പേർ മാത്രമാണ് സമരരംഗത്തുണ്ടായിരുന്നതെന്ന് സർക്കാർ പറയുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ സമരം അവസാനിപ്പിച്ച് ഏതാണ്ട് 500-നടുത്ത ആളുകൾ തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമരം പരാജയപ്പെട്ടൊരു സമരമാണെന്ന് സർക്കാർ പറയുന്നു. പക്ഷേ അനുഭാവപൂർവ്വമായി അവരോട് ഇടപെടുന്നുണ്ട്, അവരെ ശത്രുക്കളായി കാണുന്നില്ല എന്ന കാര്യം കൂടി സർക്കാർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയമാക്കി മാറ്റാൻ പ്രതിപക്ഷവും BJP ശ്രമിക്കുന്നുവെന്ന ഒരു രാഷ്ട്രീയ ആരോപണം കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. അവർ പറയുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ്, അസംബ്ലി തിരഞ്ഞെടുപ്പ് വരികയാണ്, ആശമാരെ മുന്നിൽ നിർത്തി ഒരു സമരം നടത്തി ഇത് രാഷ്ട്രീയമാക്കി മാറ്റിക്കൊണ്ടു പോകാനുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും ഒക്കെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന ഒരു കാര്യം കൂടി സർക്കാർ പറയുന്നുണ്ട്. അത്തരം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുമ്പോഴും ആശാ വർക്കർമാർ ചോദിക്കുന്ന ചോദ്യം പിന്നെ എന്തിനാണ്? അതായത് ആരോഗ്യമന്ത്രി പറഞ്ഞു കേന്ദ്രത്തിലേക്ക് സമരം ചെയ്യാൻ ഞങ്ങളും ഒപ്പം വരാം എന്ന് പറയുമ്പോഴും പിന്നെ എന്തിനായിരുന്നു ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പ്രതിദിന വേതനം 700 രൂപയാക്കി ഉയർത്തും എന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെ കണ്ടിട്ടാണോ എന്ന് ചോദ്യം ചോദിക്കുന്നു. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണോ PSC അംഗങ്ങളുടെ ശമ്പളം ഒരു മാസത്തെ വരുമാനം എന്നത് 3,80,000 രൂപയിലേക്ക് ഉയർത്തി നൽകിയത് എന്ന ചോദ്യമടക്കമാണ് ആശാ വർക്കർമാർ സർക്കാരിനോട് ഉന്നയിക്കുന്നത്.